ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാച്ചുകളുടെ അടിവശത്ത് തേയ്മാനം കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഡാമേജുകൾ എങ്ങനെ ക്ലീൻ ആക്കാം എന്നുള്ളതാണ്. ഇത് കാരണം നമ്മുടെ കയ്യിൽ മുറിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് ഇത് ശരിയാക്കാനായിട്ട് വേണ്ടത് വാട്ടർ പേപ്പറാണ്. ഇത് ഓട്ടോ പെയിൻറ്റുകൾ വിൽക്കുന്ന കടയിൽ നിന്ന് നമുക്കിത് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. 3Mൻ്റെ 1500 ഒരു വാട്ടർ പേപ്പറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് എല്ലാ കടകളിലും ലഭ്യമല്ല. ഓട്ടോ പെയിൻറ്റ് വിൽക്കുന്ന കടകളിൽ മാത്രമേ ഇത് ലഭ്യമായിട്ടുണ്ടാവുള്ളൂ. അതുപോലെ അതിനുശേഷം ഒരു ക്ലോത്തിൽ നമ്മുടെ വാച്ച് വെക്കുക. അതിനുശേഷം ഇത് വാട്ടർ പേപ്പറാണ്, അതുകൊണ്ട് ഇത് വെള്ളത്തിൽ മുക്കിയതിന് ശേഷമാണ് ഇത് റബ്ബ് ചെയ്യേണ്ടത്. അപ്പോൾ എവിടെയാണോ തേയ്മാനം വന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൊളിഞ്ഞു പോയിട്ട് എഡ്ജസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത്, അവിടെ വെള്ളത്തിൽ മുക്കിയ ഈ വാട്ടർ പേപ്പർ ഇങ്ങനെ മടക്കിയതിന് ശേഷം നല്ലതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ഈ വാച്ചിൽ സ്ക്രാച്ചസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത് 1500 എന്ന് പറയുമ്പം തീരെ നൈസായിട്ടുള്ള, ഏകദേശം പേപ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർഫസാണ് അതിന്. അതുകൊണ്ട് അധികം സ്ക്രാച്ചസ് ഒന്നും ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാർട്ടുകളൊക്കെ നല്ല ഫിനിഷിങ്ങോടുകൂടി നല്ല മിനുസപ്പെടുത്തി എടുക്കാൻ നമുക്ക് സാധിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കോട്ടിങ് ഡാമേജ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും നല്ലതുപോലെ ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നല്ലതുപോലെ മിനുസപ്പെടുത്തി എടുക്കുക. എന്നിട്ട് വാച്ച് പരിശോധിക്കുക. അപ്പോൾ നമുക്ക് ഇത് വളരെ നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങോടുകൂടി മിനുസപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, സാൻഡ് പേപ്പർ അല്ല, 1500 വാട്ടർ പേപ്പറാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. 3Mൻ്റെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, മറ്റ് ബ്രാൻഡിൻ്റെ യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനേക്കാൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള അടിപൊളി വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടേ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഈ വാച്ചിനൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീഡിയോ അയച്ചു കൊടുത്തേക്ക്. ഈ വീഡിയോയിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പോരായ്മകളും കമൻറ്റ് ചെയ്ത് അറിയിക്കുക.